എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7 മുതൽ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ശത്രു ലക്ഷ്യമിട്ടുന്നൊരു കാര്യമുണ്ട്. ഏതെങ്കിലും നിലകളിൽ നമ്മുടെ ദർശനത്തിൽ നിന്ന് നമ്മളെ റൂട്ട് മാറ്റി നമ്മളെ ആത്മീകത്തിൽ ക്ഷീണിപ്പിച്ച് അഭിഷേകത്തിൽ നമ്മളെ ബലഹീനരാക്കി കൊണ്ടുപോകാനൊക്കെ അവനൊരു ഭാഗത്ത് പദ്ധതി ഇടുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം നമ്മെ ശക്തരാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഓരോരുത്തരും തങ്ങളിൽ തന്നെ വ്യക്തിപരമായി തങ്ങളിൽ തന്നെ എല്ലാവരും ശക്തരായി മാറണം. എന്നും ഈ കൂട്ടായ്മ കിട്ടി എന്നൊന്നും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കൂട്ടായ്മകൾ എന്നും കിട്ടും. പുറകെ നിൽക്കാൻ 1500 പേരെൻ്റെ കൂടെ ഉണ്ട്, 2000 പേരെൻ്റെ കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കാൻ കുറേയേറെ ദൈവദാസന്മാരുണ്ട് എന്നൊക്കെയുള്ള കരുതൽ ചിന്തിക്കാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മണ്ഡലം മുൻപിലുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തരായി മാറണം. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മളെ ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ ദിവ്യമായ ആത്മാവാണ്. ഏത് മിടുക്കനും ചില പ്രത്യേക സാഹചര്യത്തിൽ ഉറങ്ങിപ്പോവും. നമുക്കറിയാം, യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോനയോട് നിർത്താതെ ഒറ്റ ശ്വാസത്തിൽ കപ്പലിൻ്റെ ഉടമസ്ഥൻ ചോദിച്ച, കപ്പൽ മാലൂമി ചോദിച്ച ഒരേ ചോദ്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്. 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നത് എന്ത്? അത് വാസ്തവത്തിൽ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓളങ്ങൾ ശക്തമായി അടിക്കുന്നു, തിരമാല അലറി ഉയരുന്നു, കാറ്റ് വല്ലാതെ അടിക്കുന്നു, സഞ്ചരിക്കുന്ന കപ്പൽ ആടി ഒലയുന്നുണ്ട്. ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയെ പോലെ നീ കിടന്ന് പറഞ്ഞേ ഉറങ്ങുന്നതെന്ത്? നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാ. ഇത് പറഞ്ഞത് നമ്മുടെ പാസ്റ്ററോ ഗസ്റ്റ് പാസ്റ്ററോ ഒന്നുമല്ല. സത്യദൈവത്തെ അറിയാത്തൊരു മനുഷ്യൻ, സത്യദൈവത്തെ ആരാധിക്കാത്തൊരു മനുഷ്യൻ പ്രതിസന്ധി വന്ന ഉടനെ ഉറങ്ങുന്ന ദൈവമനുഷ്യനെ വിളിച്ചുണർത്തിട്ട് പറയാണ്, നീ ഇപ്പോഴെങ്കിലും ഉറക്കം മതിയാക്കിയിട്ട് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അപകർഷതാബോധമില്ലേ? നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കേണ്ട സ്ഥാനത്ത് നമ്മളോടൊരുത്തം എന്ന് പറയാണ്, നീ എന്താ ഉറങ്ങുന്നേ? ഈ പ്രതികൂലം നീ കണ്ടില്ലേ? ഈ സാഹചര്യം നീ വിലയിരുത്തിയില്ലേ? സഭയ്ക്ക് നേരിടുന്ന വെല്ലുവിളി നീ കണ്ടില്ലേ? ശുശ്രൂഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളി നീ കണ്ടില്ലേ? ഈ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് നീ കണ്ടില്ലേ? നീ എന്നിട്ട് ഇതൊന്നും അറിയാത്തവനെ പോലെ കിടന്ന് ഉറങ്ങുകയാണോ? ചോദ്യം ദൈവത്തിൻ്റെ ദാസനോടാ, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവനോടാ, ദൈവത്തിൻ്റെ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചവനോടാ. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും ഞാൻ പ്രാപിച്ച സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. പക്ഷെ ഇവിടെ ഒരുത്തൻ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ച് പോകണ്ടാത്ത വഴിയെ പോകുന്ന പടകിൽ കയറി അതിൻ്റെ അടിത്തട്ട് ചെന്ന് കിടന്ന് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിരുന്ന് ഉറങ്ങുകയാണ്. പുറത്ത് വലിയ പ്രശ്നങ്ങൾ. ഒരു ഭാഗത്ത് ആഭിചാരം, ഒരു ഭാഗത്ത് മന്ത്രവാദം, ഒരു ഭാഗത്ത് ജാതീയ വർഗീയ ശക്തികളുടെ വല്ലാത്ത സാഹചര്യങ്ങൾ, അന്യാരാധനകൾ പ്രബലപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സഭകൾക്കകത്ത് തന്നെ പല ഉപദേശങ്ങൾ കയറുന്നു. അതാണോ ശരി, ഇതാണോ ശരി എന്ന് മനുഷ്യർക്ക് തോന്നത്തക്ക നിലയിലുള്ള ഒത്തിരി വ്യാപാരങ്ങൾ നടക്കുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും ദർശനം പ്രാപിച്ച് അരുളപ്പാടുള്ളൊരു മനുഷ്യൻ ആഴത്തിൽ പോയി കിടന്ന് ഒന്നും അറിയാത്തവനെ പോലെ ഉറങ്ങുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഉറങ്ങേണ്ട സമയമാണോ? പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് ഉറങ്ങുന്നവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ്. നിന്റെ മേലുള്ള വിളിയുടെ, നിന്റെ തെരഞ്ഞെടുപ്പിന്റെ, നിന്റെ വീണ്ടെടുപ്പിന്റെ, നിന്റെ ദത്തെടുപ്പിന്റെ പുറകിലെ ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് നീ ഒന്ന് അറിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ, നിന്നെ ഒന്ന് സജ്ജരാക്കി തീർക്കുവാനാണ് ഈ പ്രാർത്ഥനയെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഇതൊരു ഒരുക്കത്തിന്റെ ദിവസങ്ങളാ. അതിന്റെ 8-ാം വാക്യം ചോദിക്കാൻ ആവർത്തിച്ച മനുഷ്യൻ ചോദിക്കുക, നിന്റെ തൊഴിലെന്താ? നീ എവിടുന്ന് വരുവാ? നിന്റെ നാട് ഏതാ? നീ ഏത് ജാതിക്കാരനാ എന്ന് ചോദിച്ചു. ഹലോ, നീ ബന്ധിക്കോസാണോ? നീ രക്ഷിക്കപ്പെട്ടതാണോ? നീ വീണ്ടെടുക്കപ്പെട്ടതാണോ? നീ ദത്തെടുക്കപ്പെട്ടതാണോ? നിന്റെ നാടെന്തുവാ? നിന്റെ തൊഴിലെന്തുവാ? നീ എവിടുന്ന് വരിക? നീ എന്നെ കിടന്ന് ഉറങ്ങുന്നേ? പ്രൈസ് ദി ലോർഡ്. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സഭയോടുള്ള ചോദ്യമാണ്. നിന്നെ വിട്ടേക്കുന്ന നിലവിൽ 1,20,000 പേര് നിന്നെ മാത്രം പ്രതിഷ്ഠിക്കുക. നിന്നെ ഒരാളെ മാത്രം, ദർശനം പ്രാപിച്ച ഒരാളെ മാത്രം നോക്കി, ദൈവശബ്ദം കേട്ട ഒരാളെ നോക്കി, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട ഒരാളെ നോക്കി, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത, ദൈവമേതാ ദേവനേതാന്ന് അറിയത്തില്ലാത്ത, സത്യമേതാ അസത്യമേതാന്ന് അറിയത്തില്ലാത്ത, പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്. 1,20,000 പേര് നിന്നെ ഒരാളെ പ്രതിച്ചിരിക്കുക. പക്ഷെ നീ ഇതൊന്നും അറിയാത്തവനെ പോലെ കിടന്നുറങ്ങുകയാ. ഇന്ന് പകൽ ആയിരങ്ങളുടെ വിടുതൽ നിന്റെ പക്കലാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില പട്ടണങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുക, ചില ഗ്രാമങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുക. പക്ഷെ നീ ദിവസങ്ങളിൽ കിടന്ന് ഉറങ്ങരുത്. നീ ഒന്ന് എഴുന്നേറ്റ്, സടകുടഞ്ഞെഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ. വിശ്വസിക്കുന്നവർ മാത്രം. എന്റെ മേലൊരു ദൈവിക നിയോഗമുണ്ട്, ദൈവിക തെരഞ്ഞെടുപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിളിച്ചത്, വീണ്ടെടുത്തത്, ദത്തെടുത്തത് ഒറ്റ കാര്യത്തിനാണ്. നിന്നെ പ്രതീക്ഷിച്ച് ഒരു ദേശം മൊത്തം ഇരിക്കുക. അവിടെ പാപം പെരുകുന്നു, അവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു, ദൈവത്തിന്റെ ഹൃദയത്തിന് വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. നശിപ്പിക്കുന്നതിന് മുമ്പേ നീതിയുള്ള ദൈവമായതുകൊണ്ട് നശിപ്പിക്കാൻ പോവാന്ന് പറയാതെ നശിപ്പിക്കത്തില്ല. അത് പറയാൻ തിരഞ്ഞെടുത്ത നിന്നെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവനിപ്പോ പോയി ഒന്നും അറിയാത്ത, ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്തവനെ പോലെ സുഖമായി കിടന്നുറങ്ങുകയാ. ഒറ്റ സാഹസത്തിൽ കപ്പിത്താൻ ചോദിച്ചു, നീ ഉറങ്ങുന്നതെന്ത്? നിന്റെ തൊഴിലെന്ത്? നീ എവിടുന്ന് വരുന്നു? നിന്റെ നാടേത്? നീ എന്തിനെ ഇങ്ങനെ ചെയ്തു? ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുന്നവൻ എഴുന്നേറ്റു. അവൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെ ഭജിച്ചാരാധിക്കുന്നവനാണ്. ഉറപ്പുള്ളവര് മാത്രം ദൈവത്തെ സ്തുതിക്കണം. ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചു, 9ാമത്തെ വാക്യം. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. എന്താ എബ്രായൻ എന്ന് പറഞ്ഞാൽ? ആരാ എബ്രായൻ? പ്രൈസ് ദി ലോർഡ്. ഊമവിഗ്രഹങ്ങളെ ആരാധിച്ച് മെസൊപ്പൊട്ടേമിയയിലെ ഊറിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു. അബ്രാമേ, ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോ ചോദ്യം ചെയ്യാതെ മെസൊപ്പൊട്ടേമിയ വിട്ട്, ഊറ് വിട്ട്, യൂഫ്രട്ടീസ് കടന്ന് നദിയിലിറങ്ങി കയറി അക്കരയ്ക്ക് പോയപ്പോൾ കൽദയനായ മനുഷ്യനെ, അക്കരെ നിൽക്കുന്ന കൽദയരായ വാക്കിയാളുകൾ ദൈവ വിളി കേട്ട് വെള്ളത്തിലിറങ്ങി അക്കരെ കയറിയവനെ വിളിച്ച പേരാ എബ്രായൻ. പ്രൈസ് ദി ലോർഡ്. വിളി കേട്ട് വീണ്ടെടുക്കപ്പെട്ട് ദത്തെടുക്കപ്പെട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ധൈര്യത്തോടെ ഇടം വലം നോക്കാതെ മുമ്പും പിൻപും നോക്കാതെ ഇറങ്ങി കയറിയവനെ എബ്രായൻ എന്ന് വിളിച്ചു. ഇവിടെ യോന പറയണം, ഞാനൊരു എബ്രായൻ. ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ മുമ്പിൽ ഉറങ്ങുന്ന നിനക്ക് പറയാൻ കഴിയും, ഉണർന്നിട്ട് ഞാനൊരു ബന്ധിക്കോസുകാരൻ, ഞാൻ രക്ഷിക്കപ്പെട്ടവൻ, ഞാൻ സ്നാനപ്പെട്ടവൻ, ഞാൻ അഭിഷേകം പ്രാപിച്ചവൻ, ഞാൻ വേർപാട് പാലിക്കുന്നവൻ. ധൈര്യത്തോടെ പറയാൻ തന്റെ ഇടമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ. ഹല്ലേലൂയ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാനൊരു ദൈവവേദലാണ് എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? കൈ ശരിക്കും പൊങ്ങട്ടെ. കണ്ട, ഇത്രയും പേരേ ഉള്ളൂ. ബാക്കി 3/4 പേരുടെ കൈ ഉയർന്നിട്ടില്ല. ഇന്ന് രാത്രി 16ാമത്തെ രാത്രി മറ്റൊന്നും പ്രാപിച്ചില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാനൊരു ദൈവ പൈതലാന്ന് പറയാനുള്ള പ്രൈസ് ദി ലോർഡ്. അത് വീട്ടുകാരോട് പറയണം, നാട്ടുകാരോട് പറയണം, കൂട്ടുകാരോട് പറയണം. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന സാധാരണ വ്യക്തിയല്ല. നീ വിളിക്കുന്ന എല്ലാത്തിനും വരാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. നീ പറയുന്ന ഭാഷയെല്ലാം പറയാൻ എനിക്കൊക്കത്തില്ല. ഞാൻ ദൈവ പൈതലാ. നല്ലപോലെ കരമടിക്കണം. നീ ഒരു ദൈവ പൈതലാണ്. നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാകണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ദൈവ പൈതലിന് കുറച്ച് വ്യവസ്ഥയുണ്ട്. കൂട്ടുകാർ പറയുന്നതെല്ലാം പറയാനൊക്കത്തില്ല, കൂട്ടുകാർ കാണുന്നതെല്ലാം കാണാനൊക്കത്തില്ല, കൂട്ടുകാർ പോകുന്നിടത്തെല്ലാം പോകാനൊക്കത്തില്ല. അവരെല്ലാം വിളിക്കുമ്പോൾ നീ ധൈര്യത്തോടെ, കുഞ്ഞെ ഞാൻ ആ ആളല്ല, നിനക്ക് ആള് തെറ്റി, പറയാൻ തന്നെ ഇടമുണ്ടോ? വീട്ടിൽ പറഞ്ഞ ഞാൻ ദൈവ പൈതലാന്ന്, നീ ഉൾപ്പെട്ട് സമൂഹത്തിൽ പറഞ്ഞ ഞാൻ ദൈവ പൈതലാണെന്ന്. പ്രൈസ് ദി ലോർഡ്.
വിഷയം വന്നപ്പോ ഞാൻ 16 ദിവസം ഉപവസിക്കാൻ വന്ന ആളാന്നല്ല പറയേണ്ടത്. ഞാൻ വിഷയം വരുന്നതിന് മുമ്പും വിഷയം വന്നു കഴിഞ്ഞും ഞാനൊരു ദൈവത്തിന്റെ പൈതലാന്ന് പറയാൻ തന്റെ ഇടമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുക കരുത്തോടെ. ഹല്ലേലൂയ. ദൈവ പൈതലാണെങ്കിൽ നിന്റെ മേലുള്ള നിയോഗം മറന്ന്, നിനക്ക് ലഭിച്ച ദൈവിക ദർശനം മറന്ന്, നിനക്കുണ്ടായ ദൈവിക അരുളപ്പാട് മറന്ന് നീ കിടന്നുറങ്ങരുത്. ഇത് സഭ ഉണരേണ്ട സമയമാ, ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമാ. പ്രൈസ് ദി ലോർഡ്. പട്ടണം നിന്റെ കൈ തന്നിരിക്കുകയാ, ദേശം നിന്റെ കൈ തന്നിരിക്കുകയാ, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ഒരു കൂട്ടത്തെ നിന്റെ കൈ തന്നിരിക്കുകയാ. നിന്റെ അതരത്തിൽ നിന്ന് അഭിഷേകത്തോടൊരു വാക്ക് പുറപ്പെട്ടാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ചില കുടുംബങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ, വിശ്വസിക്കുന്നവര് മാത്രം. അതൊക്കെ അങ്ങനെ പറഞ്ഞ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ മക്കളല്ല നമ്മൾ. യഥാർത്ഥ മക്കള് അബ്രഹാമിൽ നിന്നുണ്ടായ ഇസ്രായേൽ മക്കളാണ്. അവരെ വിട്ടിട്ട് അർഹതയില്ലാത്ത നമ്മളെ മക്കളാക്കി തീർത്തത് ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. അത് ഇവിടുന്ന് എടുത്തെന്നറിയാമോ? 100% നാശകരമായ കുഴിയിൽ 101% കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഉലകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ലോകമെല്ലാം നിന്നെ വിടക്കം നിന്നെ തള്ളിയപ്പോൾ, നിന്നെ തേടി വന്ന് ആ ശാശ്വത കരം നീട്ടി നിന്നെ ആ അഴുക്കിൽ നിന്ന് ഉയർത്തിയെടുത്ത് നിന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ് നിന്റെ അശുദ്ധിയെ മാറ്റി, പാപത്തെ മാറ്റി, ഓ പുത്രന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി നിന്നെ വെടിപ്പാക്കിയ ദൈവത്തിന്റെ സ്നേഹം നീ രാത്രി ഓർക്കണം. യൂദ ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന്റെ 1-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ആ വാക്യം ഇങ്ങനെ ഒന്ന് വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. ഓ, ഒരു സ്വന്തം പറഞ്ഞേ. നമ്മുടെ 1-ാമത്തെ യോഗ്യത ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടവരായ നാം. സ്വന്തം പറയണം. 3 പദവി 1-ാം വാക്യത്തിൽ യൂദ പറയണം. 1 സ്നേഹിക്കപ്പെട്ടു, സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേരുടെ ഉള്ളിലുണ്ട് ഞാൻ ഇങ്ങനെ ആയതിന്റെ പുറകിൽ ഒരു ദൈവസ്നേഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു നമ്മോടുള്ള ദൈവസ്നേഹം? സാക്ഷാലുള്ളതിനെ തന്റെ കോപത്തിൽ അവിശ്വാസത്താൽ ഒടിച്ചു കളഞ്ഞിട്ട് വിശ്വാസത്താൽ നിന്നെ ഒട്ടിച്ചു ചേർക്കാനുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. നിന്നോട് ദൈവത്തിന് തോന്നിയപ്പോൾ സ്വന്തം എന്ന് പറഞ്ഞതിനെ ഒരു ദാക്ഷണ്യം കൂടാതെ കൈകൊണ്ട് ഒടിച്ചു കളഞ്ഞിട്ട് അർഹതയില്ലാത്തതിനെ സ്നേഹത്താൽ ഒട്ടിച്ചു ചേർത്തു. ഒട്ടിച്ചു ചേർക്കുമ്പോൾ ലോകം ചോദിച്ചെന്തിന്? ഉത്തരം എന്റെ പുത്രന് വേണ്ടി സൂക്ഷിക്കാൻ. ഇന്ത്യത്ത് എന്നെ തെരഞ്ഞെടുത്തത് പുത്രന് വേണ്ടി സൂക്ഷിക്കപ്പെടുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഉപവാസമല്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന് വേണ്ടി നിന്നെ സൂക്ഷിക്കപ്പെടുമ്പോൾ നീ കള, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു നിർമ്മലയായ, ഒരു നിഷ്കളങ്കയായ, ഒരു തേജസ്സുള്ള മണവാട്ടിയായി അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന്. ഓ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എത്ര ശ്രേഷ്ഠമായിട്ട് യൂദാ എഴുതിയേക്കുന്നത്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടവരായ നിങ്ങൾക്ക് എഴുതുന്നത്. ഒരല്ലേ പറഞ്ഞു. യൂദ ഡയറക്റ്റ് യേശുവിന്റെ സഹോദരനാണ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ സഹോദരൻ എഴുതാൻ പുള്ളി വിറച്ചു. എന്നിട്ട് എഴുതി യാക്കോബിന്റെ സഹോദരനും യേശുവിന്റെ ദാസനും. എന്തോ ഒരു പദപ്രയോഗമാണ്. ഇന്ന് രാത്രി പറഞ്ഞേ, യേശുവിന്റെ ദാസിയാ ഞാൻ, യേശുവിന്റെ ദാസനാ ഞാൻ. സ്വർഗ്ഗം ഒന്ന് കേൾക്കട്ടെ. അല്ലേ? യൂദ പറയാണ് യേശുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായി ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾ ഓർഡിനറി മനുഷ്യരല്ല, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന മുഴുവൻ പേരും ദൈവത്തിന്റെ സ്നേഹമാ, ദൈവത്തിന്റെ സ്നേഹമാ. എന്താ ദൈവത്തിന്റെ സ്നേഹം? യോഹന്നാൻ പറഞ്ഞു, കാൺമീൻ. ക്രൂശിലേക്കാ ചൂണ്ടിയേ. ഒരു കാര്യത്തെ വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ് എഴുത്തുകാരൻ. നമ്മളോട് നിങ്ങൾ നോക്ക്, ദൈവസ്നേഹം നോക്ക്, കാൺമീൻ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ, ദത്തെടുക്കപ്പെട്ടവർ വിളിക്കപ്പെടാൻ, വീണ്ടെടുക്കപ്പെട്ടവർ വിളിക്കപ്പെടാൻ, ദൈവത്താൽ വിടുവിക്കപ്പെട്ടവർ വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് കാൽവറിയിൽ കാണിച്ചത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി കാൽവറിയിൽ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും തരാമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നീ ഉറങ്ങിക്കിടക്കാതെ ഒന്ന് ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കൊലോസ്യ ലേഖനം 1:14, 1 പത്രോസിന്റെ ലേഖനം, കൊലോസ്യ ലേഖനം 1:14 വാക്യം. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനിൽ നമുക്ക് എന്താണ് വീണ്ടെടുപ്പ്? അവനിൽ നമുക്ക് പാപമോചനം എന്ന, ഞാൻ 1-ാമത്തെ ദിവസം പ്രസംഗിച്ചായിരുന്നു പാപം എങ്ങനെ മോചിക്കുന്നത്. നമുക്ക് എല്ലാ ഭാവവും ചിന്തിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും പകലത്തെ കൂടി വിഷയം വൈകിട്ട് എടുക്കാൻ ഒക്കത്തില്ല. കാരണം എടുക്കുന്ന വിഷയത്തോട് നീതി കാണിച്ച് വരുമ്പോഴത്തേന് സമയം പോകും. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് അത്രയും നിഗനമായ വിഷയങ്ങൾ എടുക്കാൻ ഒക്കത്തില്ല. എങ്കിലും ഈ വിഷയം അതേക്കാളൊക്കെ ഗഹനമായതാണ്. നമ്മുടെ വീണ്ടെടുപ്പ് എന്താണെന്ന് എല്ലാവരും അറിയണം. അതറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. 1 പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. എല്ലാവരും പറഞ്ഞേ, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. 2 1 പത്രോസിന്റെ ലേഖനം 1:18 വായിച്ചേ. പിതൃപാരമ്പര്യവുമുള്ള പാരമ്പര്യത്തിൽ നിന്ന്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. സ്വന്തം പറയണം. വ്യർത്ഥമായ പിതൃപാരമ്പര്യം, വ്യർത്ഥമായ പിതൃപാരമ്പര്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. വീണ്ടെടുത്തത് പൊന്നെ, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ
കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നല്ല അല്ലേറിയ രാത്രി പറയണം. ഈ രാത്രിയിൽ ആ രക്തം ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഉലകത്തിലെ സകല മനുഷ്യന്റെ രക്തം ഭൂമിയിലേക്ക് വീണാൽ അടുത്ത 15 മിനിറ്റ് അത് കട്ടപിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് കൂടിയ പുള്ളിയുടെ ചോര വീണാൽ കട്ടപിടിക്കും. കാരണം ആ രക്തം പാപമുള്ള രക്തമാണ്. കട്ടപിടിക്കാത്ത ഒരു രക്തമേ ഉള്ളൂ. 2024 വർഷമായിട്ടും ലൈവായിട്ട് അത് ഒഴുകുക. മനസ്സിലാകുന്നുണ്ടോ? അത് ജനനത്തിങ്കൽ തന്നെ പരിശുദ്ധനായ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കുന്ന ഈ ഉലകത്തിൽ ഒരാളെ വിശുദ്ധ പ്രജയായി ജനിച്ചുള്ളൂ, ഒരാളെ വിശുദ്ധനായി ജീവിച്ചുള്ളൂ, ഒരാളെ വിശുദ്ധനായി മരിച്ചുള്ളൂ, ഒരാളെ വിശുദ്ധനായി ഉയർത്തുള്ളൂ. ഇന്നും അവൻ വിശുദ്ധനായി ജീവിക്കുക. ജനിച്ചത് വിശുദ്ധനായി, ജീവിച്ചത് വിശുദ്ധനായി, മരിച്ചത് വിശുദ്ധനായി, ഇനി വരാൻ പോകുന്നത് വിശുദ്ധനായിട്ടാണെങ്കിൽ ആ വിശുദ്ധന്റെ രക്തത്തിന് മാത്രമേ നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ സുനിൽ പാസ്റ്റർ എടുത്തു പറഞ്ഞു, എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കണം. അതൊക്കെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. സ്തോത്രം. ഏറ്റവും അധികം നീ പറയാൻ ആഗ്രഹിക്കേണ്ട പദം അതാകട്ടെ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സോടെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പോലെ നീ തിരിച്ചു ചെല്ലുമ്പോൾ യേശുവിന്റെ രക്തം പറഞ്ഞ് കേറ്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ നീ ജോലിക്ക് വിടുമ്പോൾ, പ്രാർത്ഥിച്ച് വിടുമ്പോൾ യേശുവിന്റെ രക്തം മുദ്രയിട്ട് വിട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂതനും എടുക്കത്തില്ല, ഒരു പോരും എടുക്കത്തില്ല, ഒരു ആഭിചാരവും ഏൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം രക്തത്തിന് ശക്തിയുണ്ട്. അത് ഇന്ന് രാത്രി ഒഴുകുകയാ. അത് നിന്നെ വീണ്ടെടുത്ത രക്തമാ, നിന്നെ ദത്തെടുത്ത രക്തമാ, നിന്നെ വിലക്ക് വാങ്ങിയ രക്തമാ. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പാടുകാരൻ പറഞ്ഞ അവർ അവനെ, ആരെ? ഈ ഉലകത്തിലെ പൈശാചിക ശക്തിയെ, വഞ്ചകനായ ദുഷ്ടപിശാചിനെ, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും അവരുടെ സാക്ഷ്യവചനം ഹേതുവായി ജയിച്ചെങ്കിൽ നീ ഇന്ന് പകൽക്കാലം ശത്രുവിനെ ജയിക്കാൻ 2 ആയുധം കൈ തന്നേക്കുക. ഒന്ന് നിന്റെ സാക്ഷ്യം, 2 യേശുവിന്റെ രക്തം. ഈ രാത്രി രക്തം എന്ന ഒരു വാക്ക് പറയുമ്പോൾ യേശുവിന്റെ രക്തത്തിനകത്ത് അഴിയാത്ത പോരില്ല, അഴിയാത്ത ആഭിചാരമില്ല. ഏത് അന്ധകാര മണ്ഡലങ്ങൾ ജയമെടുക്കാൻ ഈ രാത്രി യേശുവിന്റെ രക്തത്തിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് കൊലോസ്യർ ലേഖനക്കാരൻ പറയുന്നു, അവന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പത്രോസ് പറയുന്നു, വ്യക്തമായ പിതൃപാരമ്പര്യത്തിൽ നിന്ന്, ആ പഴയ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്നും വെള്ളിയൊന്നുമല്ല, നിഷ്കളങ്കമായ നിർദോഷമായ പാപരഹിതമായ പരിശുദ്ധനായ യേശുവിന്റെ രക്തത്താലാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തത്. വീണ്ടെടുപ്പിന്റെ രക്തത്തിന്റെ ബലം നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ പൈതലേ, ഒരു അന്യ ആരാധന മണ്ഡലങ്ങൾക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിന് ഏറ്റവും പേടിയുള്ളത് യേശുവിന്റെ രക്തമാണ്. കാരണം കാൽവറിയിൽ അവന്റെ തലയെ തകർത്തത് ഈ രക്തം കൊണ്ടാണ്. അവനെ സർവായുധ വർക്കം വെപ്പിച്ച് കീഴടക്കിയത് ഈ രക്തം കൊണ്ടാണ്. അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയത് ഈ രക്തം കൊണ്ടാണ്. നിനക്ക് വിരോധമായി അവന്റെ രേഖ കീറിയത് ഈ രക്തം കൊണ്ടാണ്. അല്ലെങ്കിൽ വേർപാട് നടിച്ചു ഇടിച്ചത് ഈ രക്തം കൊണ്ടാണ്. ഇന്ന് രാത്രി ഈ രക്തം നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. ഈ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നീ അനുഭവിച്ചറിയണം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ. ആ വാക്യം നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ വീണ്ടെടുത്തു. നമ്മളെ അവൻ വീണ്ടെടുത്തത് രക്തത്താലാണ്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. എന്തിന്? സൽപ്രവൃത്തികളിൽ സുഖാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സ്തോത്രം പറയണം. ഇന്ന് രാത്രി നമ്മൾ സൽപ്രവൃത്തികളിൽ തികഞ്ഞവരായി തീരേണ്ടതിന്, സകല അധർമ്മത്തിൽ നിന്നും നാം വിടുവിക്കപ്പെടേണ്ടതിന് കൊടുത്തത് രക്തമാണ്. ഹല്ലേലൂയ. ആദ്യം മൃഗങ്ങളുടെയോ ജന്തുക്കളുടെയോ പക്ഷികളുടെയോ കോലാട്ടുകൊറ്റന്റെയോ പശുക്കിടാവിന്റെയോ ഒന്നും രക്തമല്ല, സ്വന്തം രക്തം കൊണ്ട് നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ച കർത്താവ് സകല അധർമ്മത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. അവരിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. സകല അതിക്രമത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുക. ദൈവസ്നേഹം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഏതു ദൈവത്തിനെതിരായി നാം പ്രവർത്തിച്ചോ ആ ദൈവം മനുഷ്യനായി വന്നിട്ട് എതിരായി പ്രവർത്തിച്ച നമ്മെ അവന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ഏത് ദൈവത്തിനെതിരായി മനുഷ്യൻ പ്രവർത്തിച്ച് പാപിയായി തീർന്നോ ആ മനുഷ്യനെ രക്ഷിക്കാൻ ആ ദൈവം മനുഷ്യനായി വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പകരം കൊടുത്തത് രക്തമാണ്, പ്രാണനെ കൊടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, പിതാവ് പുത്രനെ തന്നതാ, പുത്രൻ രക്തം തന്നതാ, പ്രാണനെ തന്നതാ. ഇന്ന് രാത്രി പിടിക്കുമ്പോഴല്ല നീ ധ്യാനിക്കേണ്ടത്, പ്രാണനെ തന്ന് രക്തം തന്ന് എന്നെ വീണ്ടെടുത്ത ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ ഏകയല്ല എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മധ്യസ്ഥതയുടെ രക്തം ഇവിടെ ഉണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഈ 16-ാമത്തെ രാത്രിയിൽ ആ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കേണ്ടതിന്. ഹല്ലേലൂയ. രക്തത്തിൽ നീ ഇന്ന് രാത്രി പൂർണ്ണമായിട്ടൊന്ന് കഴുകൽ പ്രാപിച്ചാൽ നിനക്ക് അലസതയോടെ ഒരു മിനിറ്റ് ജീവിക്കാനൊക്കത്തില്ല. അലസതയുള്ളവരാണ് കിടന്നുറങ്ങുന്നത്. യോന കിടന്നുറങ്ങി. ഇപ്പൊ നാട്ടുകാർ വന്ന് ചോദിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ട നീ അടുത്തിട്ട് കിടന്നുറങ്ങണം. നീ ഏത് ജാതിക്കാരനാണ്? നീ എവിടുന്ന് വരുവാ? നിന്റെ പേരെന്തുവാ? നിന്റെ തൊഴിലെന്തുവാ? പ്രൈസ് ദി ലോർഡ്. അവനേതായാലും അവസരം പോലെ പേര് മാറ്റിയില്ല. അവൻ പറഞ്ഞു, ഞാനൊരു എബ്രായനാണ്. ഏത് പ്രതികൂലത നീ പറയണം. കയ്യെ ചങ്ങല കിടന്നാലും കഴുത്തിന്റെ മുന്നിൽ വാൾ കിടന്ന് കറങ്ങിയാലും പൗലോസ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞാൻ ധരിച്ച ചങ്ങല ഒഴിച്ച് രാജാവേ നീ ഉൾപ്പെടെ സകലരും എന്നെ പോലെ ആകണമെന്ന എന്റെ ആഗ്രഹമെന്ന് തന്റെ ഇടത്തോടെ പറയാൻ കരുത്തുള്ള ദൈവമക്കളെ ഈ സഭയ്ക്കകത്ത് ദിവസങ്ങൾ ആവശ്യമുണ്ട്. ഭയമുള്ളവരും ഭീരുത്വമുള്ളവരും അല്ല വേണ്ടിയത്, ധൈര്യത്തോടെ യേശുവിനെ വിളിക്കാൻ കരുത്തുള്ളവനെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ യോന
ഇവരുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തി അവർ ചോദിച്ചു, നീ ദൈവത്തോട് എന്തിനാ ഇങ്ങനെ ചെയ്തേ? അവരുടെ ചോദ്യം. രക്ഷിച്ച നിന്നെ, വീണ്ടെടുത്ത നിന്നെ, ദത്തെടുത്ത നിന്നെ നാട്ടുകാർ ചോദിക്കുക, നീ എന്തിനാ ഇപ്പൊ കിടന്ന് ഉറങ്ങി? നിനക്കൊരു കുറ്റബോധമില്ലേ? ഈ പ്രശ്നം കൂടി ഞങ്ങളെല്ലാം കിടന്ന് കുഴയവല്ലേ? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നീ പറ. പ്രൈസലോ. അവർ എന്നെ എടുത്ത് കടലിട്ടു. പ്രസന്റ് അവർ പൊക്കിയെടുത്ത് കടലിട്ടു. കടലിട്ടപ്പോൾ ഒരു കടലാൻ വന്നവനെ വിടുക. പ്രൈസലോ. ഏത് പ്രതികൂലത്തിലും അരുളപ്പാടുള്ളവന് വഴിയുണ്ട്, കരുതലുണ്ട്. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കടകളി മറിയട്ടെന്നേ, കൊടുങ്കാറ്റ് അടിക്കട്ടെന്നേ, പടക ആടി വിളിയട്ടെ. നിനക്ക് വഴി താഴെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആഴത്തിൽ നിന്നൊരു വഴി വെളിപ്പെട്ട് വരികയാ. നീ ഒഴിഞ്ഞു മാറിയാൽ നിന്നെ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തേണ്ടത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഓ, ഒരുക്കപ്പെട്ടത് ഉയർന്നു വന്നു. അവനെ വിഴുങ്ങി കരയ്ക്ക് കൊണ്ട് ശബ്ദിച്ചു. അവനൊരു വീതത്തിൽ അക്കരെ കയറി മറ്റൊരു ഒറ്റ ദൂത് പറഞ്ഞു. ആഴത്തിൽ കിടന്ന് കരഞ്ഞു വന്ന ദൂത. ഹലോ, അടുത്തട്ടി കിടന്ന് ഉറങ്ങി, ആഴത്തിൽ കിടന്ന് കരഞ്ഞു, അയ്യം വിളിച്ച് കരഞ്ഞിട്ട് കയറുന്ന ഒറ്റ ദൂത്. അടുത്ത 40 ദിവസത്തിനകം ദൈവം ഈ നിനവയെ ന്യായം വിധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഒറ്റ ഓട്ടം വെച്ചു. പുള്ളി ഓടിപ്പോയി അടുത്തൊരു മലയുടെ മണ്ണിൽ കയറി പാത്തിരുന്നു. സ്തോത്രം. പക്ഷേ ജനം ഈ ദൂതം ഏറ്റെടുത്തു. കരഞ്ഞിട്ട് വരുന്നവൻ പറയുന്ന ദൂത് ജനം ഏറ്റെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം പറയണം. എവിടെങ്കിലും കമന്റിൽ നോക്കിയിട്ട് വരുന്നവന്റെ ദൂതല്ല, പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് വരുന്നവന്റെ അല്ലെങ്കിൽ ദൂത് ജനം ഏറ്റെടുക്കും. ദൂത് വെളിപ്പെട്ടാൽ ജനത്തിന് പാപബോധം ഉണ്ടാകും, ജനത്തിന് അനുതാപം ഉണ്ടാകും, ജനത്തിന് കരച്ചിലുണ്ടാകും, ജനം ഏറ്റു പറയും. ഈ ദൂത് അങ്ങ് കൊട്ടാരം വരെ എത്തി. കൊട്ടാരത്തിലെ രാജാവ് മുതൽ കുടിലെ ദാസം വരെ, ആടുമാടുകളും കന്നുകാലികളും എല്ലാം ഉപവാസം. പ്രൈസലോ. അവരാരും ജലപാനം പോലെ കുടിക്കാതെ, ആഹാരം കഴിക്കാതെ ഒറ്റ ഉപവാസം. സ്വർഗത്തിൽ ആ പ്രാർത്ഥന എത്തി. സ്തോത്രം പറയണം. കരഞ്ഞിട്ട് ആഴത്തിൽ കിടന്ന് നിലവിളിച്ചിട്ട് വന്നവൻ പറഞ്ഞ ദൂത് കേട്ട ജനത്തിന്റെ നിലവിളി സ്വർഗം കേട്ടു, സ്വർഗം അനുദപിച്ചു. സ്വർഗം പറഞ്ഞ് ന്യായവിധി വെട്ടിയാലേ, ഇന്ന് രാത്രി നീ ഒന്ന് ഏൽപ്പിച്ചാൽ ന്യായവിധികളെ തമ്പുരാൻ വെട്ടിമാറ്റിയിട്ട് നിന്നെ നിന്റെ ദേശത്തെയും വിടുവിപ്പാൻ ദൈവം ഈ രാത്രി മതിയായവനെ വിശ്വസിക്കുന്നവരെ മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അനുദപിക്കാനൊന്നുമല്ല. യോന പോയിരിക്കുന്നത് 40 ദിവസത്തേക്ക് സംഭവിക്കാൻ പോകുന്ന ഈ അനർത്ഥം ഒന്ന് കണ്ടിട്ട് എന്റെ ദൂത് അച്ചട്ടായിരുന്നു, പച്ചലയും കത്രികയും പോലെ ദൂത് ഫലിച്ചു എന്ന് പറഞ്ഞ് അടുത്ത പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പുള്ളി പോയിരിക്കുന്നത്. ഹലോ, പ്രൈസലോ, പ്രൈസലോ. ദൈവം ഉൾപ്പൂവുകളെ അറിയുന്നവനാണ്. തമ്പുരാൻ അവന്റെ മുമ്പിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഒരു ആവണക്ക് ഒറ്റ രാത്രി കൊണ്ട്, ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവം, ഒറ്റ രാത്രി കൊണ്ട് അത്തിയെ ഉണക്കാനും അറിയാം, ഒറ്റ രാത്രി കൊണ്ട് ആവണക്കിനെ ഉണ്ടാക്കാനും അറിയാം. ഇതിനെല്ലാം കിടത്താൻ ഒറ്റ രാത്രി മതി. ഹല്ലേലൂയ പറയണം. കണ്ണടച്ച് തുറന്നപ്പോൾ ഒരു ആവണക്ക് അവന് ഭയങ്കര സന്തോഷമായി. ഈ അത്യൂഷണത്തിൽ, ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇവിടെ അത്യൂഷണമായിരുന്നല്ലോ. സ്തോത്രം. ഈ അത്യൂഷണത്തിൽ തണലേകാൻ ഒരാവണക്ക് കർത്താവിന് എന്നോട് എന്തോ കരുണയാണ്. കടൽ വീഴുമ്പോൾ സംരക്ഷിക്കാൻ കടലാന, കരയ്ക്ക് വരുമ്പോൾ വെയിലടിക്കാതിരിക്കാനാ ആവണക്ക് എന്തോ കരുതൽ എനിക്ക് വേണ്ടി. സ്തോത്രം. ഇവങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഉടനെ ഇവൻ അറിയാതെ ഒരു പുഴുവിനെയും കൂടെ സൃഷ്ടിച്ചാൽ. സ്തോത്രം. പുഴു വന്നിട്ട് ആവണക്കൽ ഒറ്റ കുത്ത്, ആവണക്കെ കുത്തുകയും ഒരു ഉഷ്ണക്കാറ്റ് കഴിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്തു? ഉണങ്ങി. ഉടനെ ഈ അഭിഷേകത്തിന് കോപമുണ്ടായി. എന്നുണ്ടായി? അപ്പോൾ ഇവന് കൃപ മാത്രമല്ല, പറ, കോപം. ഈ ചിലരുടെ എല്ലാം പ്രശ്നം വെളിപ്പെടണമെങ്കിൽ അതിന്റെ പിന്നിൽ കാര്യങ്ങൾ വെളിപ്പെടണം. ഈ നയമാനോട് ആ വീട്ടിൽ വേലയ്ക്ക് വന്ന കൊച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഈ കുട്ടോ പഠിച്ചുകൊണ്ട് അതൊരു കാര്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ ദൈവത്തെ വിളിക്കുന്ന ദേവദാസനുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച മാറുന്ന കേസേ ഉള്ളത്. സ്തോത്രം. ഇത് പയർപൊടി ഇട്ടോ പുട്ടിയിട്ടോ ഒന്ന് മാറ്റാൻ വെക്കുന്ന കേസാണ്. ഉടുപ്പിട്ട് മാറത്തി കുറ്റ അത് മാറുന്ന ദേവദാസം കൊണ്ട് പ്രാർത്ഥിക്കണം. പുള്ളിയുടെ വ്യക്തിത്വം അനുവദിക്കുന്നതാണ്. പുള്ളി വലിയ മാന്യനായ സൈന്യാധിപന. ഉടനെ ഭാര്യ വെച്ചാൽ നമ്മൾ മറ്റൊന്ന് കുറിച്ച് പറഞ്ഞല്ലോ, ദൈവത്തെ വിളിക്കാനേ പറഞ്ഞുള്ളൂ. ഏതായാലും നമ്മൾ ബാക്കി പോയി അവിടെ ഒന്ന് പോയേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒക്കുന്നതിലൊക്കെ വിചാരിച്ച് പുള്ളി വന്നതാണ്. പുള്ളി വരുമ്പോൾ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ആ പുള്ളി വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു. അപ്പോൾ ഇവിടെ കൈ നീട്ടുന്നു. കൈ നീട്ടി യേശു നാമത്തിൽ നയമാന്റെ കുറ്റം മാറിപ്പോകട്ടെ എന്ന് പറയുമെന്ന് വിചാരിച്ച പുള്ളി വന്നേ. പക്ഷേ നയമാൻ വന്നോണ്ട് ഏലിശ പറഞ്ഞു, നീ 7 പ്രാവശ്യം മുങ്ങണമെന്ന് പറഞ്ഞു. ഹലോ, അന്ന് പിന്നെ ഞങ്ങളുള്ള പണക്ക് മുങ്ങാൻ പറഞ്ഞതിന്റെ സ്വതം പറഞ്ഞില്ല. പ്രീസലോ. ഉടനെ നയമാൻ കോപം വന്നെന്നാ എപ്പോഴ് മുങ്ങാൻ പറഞ്ഞപ്പോൾ. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവർ കുറ്റം മാത്രമല്ല, പറയില്ലാരും കൂടെ കോപമുണ്ട്. യോനായിക്ക് കൃപ മാത്രമല്ല, കോപമുണ്ട്. ഇന്ന് പോലെ രണ്ടും മാറണം. പ്രീസലോ. നിന്നെ കോപിപ്പിക്കുന്നതിന് വ്യാപാരം ഉണ്ടല്ലോ. സത്യം പറയുമ്പോൾ, കൽപ്പന പറയുമ്പോൾ, വ്യവസ്ഥ പാലിക്കാൻ പറയുമ്പോൾ, ചില വിഷയങ്ങൾ അതിലുണ്ടെന്ന് പറയുമ്പോൾ, അതിന് വിട്ട് പോകലെന്ന് പറയുമ്പോൾ നിന്നെ കോപിപ്പിക്കുന്ന ഒരു വ്യാപാരമില്ലേ? വീണ്ടെടുക്കപ്പെട്ടവന്റെ കോപമെല്ലാം മാറണം. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. നിന്നെ കോപിക്കാൻ വിളിച്ചാൽ കൃപയിൽ നിറയാൻ വിളിച്ച കൃപയുടെ അത്യന്ത തരം കൊണ്ട് നിറയപ്പെടുവാൻ. ഹല്ലേലൂയ. അവൻ കോപിച്ചു കഴിഞ്ഞപ്പോൾ കുർത്തിച്ചു. അങ്ങനെ എഴുതിയത് നയമാൻ കോപിച്ചു, കുർത്തിച്ചു. സ്തോത്രം. എന്നിട്ട് ദൈവദാസനെ നേരെ നോക്കി 4 വർത്താനം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെക്കാട്ടി നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്, ഈ കണക്കുള്ള മണ്ണിക്കാരും ഞങ്ങൾക്കില്ല എന്നെല്ലാം പറഞ്ഞ ഇവിടെ നാടിന്റെ പാരമ്പര്യം കൂടെ പറഞ്ഞു. സ്തോത്രം. ഏലിശ മറുപടി പറഞ്ഞു. ഉടനെ കൂടെ വന്ന ദാസന്മാർ, ബോഡി ഗാർഡ്. സ്തോത്രം. അവരോട് വെച്ചാൽ മെഴുകി കത്തിക്കാൻ പറഞ്ഞില്ലല്ലോ, സാമ്പ്രാണി കത്തിക്കാൻ പറഞ്ഞില്ലല്ലോ, കോഴിയെ വെട്ടാൻ പറഞ്ഞില്ലല്ലോ, ഉരുളി കമത്താൻ പറഞ്ഞില്ലല്ലോ, അൽക്കട്ടോടെ പിടിക്കാൻ പറഞ്ഞില്ലല്ലോ, പെരുന്നാൾ നടത്താൻ പറഞ്ഞില്ലല്ലോ, ആനയും ഭാര്യ എഴുന്നേൽക്കാൻ പറഞ്ഞില്ലല്ലോ, മുങ്ങാനല്ല പറഞ്ഞുള്ളൂ. ഹലോ, സ്തോത്രം പറയണം. ആകെ പറഞ്ഞത് 5 പൈസ ചെലവില്ല, മുങ്ങാനല്ല പറഞ്ഞുള്ളൂ. ഇനി വേറെ ഡ്രസ്സിലേക്ക് വേണ്ട, ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടോ, വെയിലത്ത് 10 നിന്നാ പോരെ. സ്തോത്രം പറയുന്നില്ല. കരമടിച്ച് രാത്രി ആരാധിക്കണം. എടാ, വീണ്ടെടുക്കപ്പെട്ടവരോട് പറയുന്നത് അനുസരിക്കാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. അവ ഈ കോപിച്ച് കുത്തു ചെയ്തിരിക്കുന്ന ഈ മനുഷ്യരോട് ദാസന്മാർ പറഞ്ഞപ്പോൾ അവനെ ചെന്നാൽ പിന്നെ മുങ്ങിയേക്കാം. അവൻ മുങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു ബാലകന്റെ ദേഹം പോലെ. ഒരു സ്വതന്ത്രം പറയണം. ഇന്ന് രാത്രി നിന്നെ വീണ്ടെടുത്തത് അരിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അല്ല, ഇന്ന് രാത്രി കുഞ്ഞാറിന്റെ വിലയെ രക്തം കൊണ്ടാകുക. വീണ്ടെടുക്കപ്പെട്ട വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ അവന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുക. അപ്പൊ ഈ യോന കോപിച്ചിരിക്കുന്ന ഉടനെ
ദൈവം അടുക്ക വന്നു പറഞ്ഞാൽ, മോനെ യോന, നീ ആമണക്കിനെ കമ്പ് കുഴിച്ചു വെച്ചോ? ഇല്ല. വിത്ത് പാകിയോ? ഇല്ല. വെള്ളം ഒഴിച്ചോ? ഇല്ല. പെട്ടെന്ന് പറയുന്ന വളം വല്ലതും ഇട്ടോ? ഇല്ല. പ്രൈസലോ നനച്ചോ? ഇല്ല. നീ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല. എടാ, ഒന്നും ചെയ്യാതെ മുളച്ചു വന്നത് കണ്ടിട്ട് നീ ഇത്രയും കോപിക്കുന്നെങ്കിൽ, ഹലോ, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാതെ 1,20,000 ചില്ലുവാനം ആളുകൾ ഇവിടെ കിടന്ന് നിലവിളിക്കുക. എനിക്ക് സങ്കടം വരത്തില്ലേ? എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്കിയ, കരയുന്നവനെ കാണുമ്പോൾ സങ്കടം വരുന്ന ദൈവം. സ്വോത്രം പറയണം. രക്ഷിക്കപ്പെട്ടവരല്ല, സ്നാനപ്പെട്ടവരല്ല, വീണ്ടെടുത്തവരല്ല, പക്ഷെ കരയുന്നവനെ, ദൂതിന്റെ മുമ്പിൽ കരയുന്നവനെ കണ്ട് മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. ഇതിനകത്ത് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നീ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നീ ദൂതിന്റെ മുമ്പിൽ ഏറ്റെടുത്ത് ഒന്ന് അനുദമിച്ച് കരയാൻ തയ്യാറായാൽ ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിന്റെ തിരുമേശ ആദ്യമായി കർത്താവ് അന്ത്യത്താരമായി ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ ആ പാനപാത്രം എടുത്ത് ഉയർത്തിട്ട് പറഞ്ഞു, ഇത് പാപമോചനത്തിനായിട്ടുള്ള എന്റെ രക്തമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് പറഞ്ഞാണ് ആ പുതിയ നിയമത്തെ ദൈവം സ്ഥാപിച്ചതെങ്കിൽ ഇന്ന് രാത്രി രക്തം നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഈ ആലയത്തിൽ നിന്ന് നിന്നോട് ദൈവാത്മ പറയുന്നു, നീ ഇനിയും അലസയായി ഉറങ്ങരുത്, അലസനായിട്ട് ഉറങ്ങരുത്. നീ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമാണ്. നിന്റെ മുമ്പിൽ ഒരു വലിയ ദൗത്യമുണ്ട്, നിനക്കൊരു വലിയ ദൗത്യമുണ്ട്. നീ ഇന്ന് രാത്രി ഏറ്റെടുത്തിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ. കർത്താവ് ഈ പത്രോസിനോട് ആകെ 3 പ്രാവശ്യം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഈ 3 പ്രാവശ്യം വന്ന് പറയുമ്പോൾ ഒരു സംഭവം നടക്കുന്നത് ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. പത്രോസിനെതിരെ ഒരു പോരാട്ടം ഉണ്ടെന്നുള്ള കാര്യം ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ അറിയത്തുള്ളൂ. ജീവിതത്തെ തകർക്കാൻ അണിയറയിൽ വ്യാപരിക്കുന്ന പോലെ യേശു അറിഞ്ഞു. യേശു അറിഞ്ഞു വന്നു, എന്റെ പൊന്നുമോനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഉപവാസമല്ലേ, 14 ദിവസമായി, ഇതുവരെ 8 ദിവസം പോലും ചെന്നില്ലല്ലോ, എനിക്കൊരു ബാക്കി 5 ദിവസം കൊണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവനെ പോയി തട്ടി ഉണർത്തി. പരീക്ഷ നീ അകപ്പെടാൻ പോവുക, നീ അടിമുടി വീഴാൻ പോകുക, നീ കൊലക്കേസിൽ പ്രതിയാകാൻ പോകുക, നീ അകപ്പെടാൻ പോകുക, രക്ഷിക്കാൻ ആരും കാണത്തില്ല. എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഈ രാത്രി ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രം വന്ന് വാദിച്ചോണ്ടിരിക്കുക. പൈസ ഇന്ന് രാത്രി പലർക്കും വേണ്ടി വാദിക്കുന്നുണ്ട്. അത് യേശുവിനെ അറിയത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നവനെ അറിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവൻ വന്ന് പറഞ്ഞ് എഴുന്നേൽക്കടാ കുഞ്ഞ്, ഒന്ന് പ്രാർത്ഥിക്കടാ. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേറ്റു. കർത്താവ് പിന്നെയും പോയി തിരിച്ചു. പിന്നെ പുള്ളി ഉറക്കവാ. ഉറങ്ങുന്നവൻ ഒരുമാതിരിപ്പെട്ട കേസിൽ കൊണ്ടുവരത്തില്ല. ഹല്ലേലൂയ. ഒരു എന്ത് പറ്റി? വാളൂരി. ഒരു പടയാളുടെ കഴുത്തെ വെട്ടിയത് കഴുത്തെ കൊണ്ടല്ലേ കാതെ കൊണ്ടു. കഴുത്തിന് പകരം കാൽ താഴെ വീണു. കർത്താവ് ഇത്രത്തോളം വിട്ടേ ആ കെട്ടുപിടിച്ച കൈ പിടിച്ച് ആ ചെവി അങ്ങോട്ട് വെച്ചു. ആ പ്രശ്നം പരിഹരിച്ചു. സ്വത്രം. രാവിലെ ലൈവുകാരെല്ലാം കൂടെ വിളിച്ചേനെ. പത്രോസിന്റെ പടം 3 വർഷം യേശു എന്ന ദേവദാസനെ കൂടെ നടന്ന പോലെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പടയാളുടെ കഴുത്ത് വെട്ടിയെന്ന് പറഞ്ഞ് മുഖത്ത് തൂവാലിടുന്ന പടം വന്നേനെ. സ്വത്രം പറഞ്ഞില്ല. ഇവന്റെ പടം പത്രത്തിൽ വരാതിരിക്കാൻ തമ്പുരാൻ ഒരു നിമിഷം കൊണ്ട് പ്രശ്നം പരിഹരിച്ച് കൂടെ നിന്നുകൊണ്ടാ. ഇന്നത്തെ നീ അകപ്പെടേണ്ടതാ. 35ാമത്തെ ഉപവാസമാ. നീ ഒന്നും അറിയാതെ ഉറങ്ങരുത്. നീ ഉറങ്ങിയാൽ പലരും നിന്നെ കുലുക്കിക്കളയും, നിന്നെ അകപ്പെടുത്തും. നീ അകപ്പെടാതിരിക്കാൻ ഈ രാത്രി ആത്മാവ് ചിലരോട് പറയുന്നു, ഉറങ്ങേണ്ട സമയമല്ല, നീ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. ആണാകട്ടെ, പെണ്ണാകട്ടെ, സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, ഈ 16ാമത്തെ രാത്രി ദൈവാത്മാവ് സഭയോട് പറയുന്നു, ഉണർന്ന് പ്രാർത്ഥിച്ചോണം. സന്തോഷമുള്ളവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കട്ടെ. സഭ ഉണരാൻ സമയമായി. അത് പി സി ചെറിയ മാസം ഞങ്ങളുടെ പാർസങ്ങൾ എല്ലാ വർഷവും 2 21 വെക്കും. സ്തോത്രം. അപ്പൊ ഈ 21 എനിക്ക് ഇരിക്കാവത്തില്ലെങ്കിൽ അടുത്ത 21 ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പോൾ 35 വർഷം ഇതുവരെ ഇരുന്നിട്ടില്ല. സ്തോത്രം. ഇനി നിനക്ക് വേണ്ടി ഒരു 21 നോക്കരുത്. അതിനുമ്പ് പക്ഷേ കർത്താവ് വരും. ഇനി ഒരു 21 ഉണ്ടല്ലോ എന്നാലും ഇരിക്കാമെന്ന് പറഞ്ഞ് നീ മുന്നോട്ട് നീട്ടല്ല. ഇത് നിന്റെ ടൈമാ. നീ ഉണരേണ്ട ടൈമാ. നീ എഴുന്നേറ്റ് ദൈവത്തോട് നിൽക്കേണ്ട ടൈമാ. അതിന് ബലം കിട്ടണം. നീ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോണം. അടുത്ത 5 ദിവസങ്ങൾ സഭ സത്യയോടെ പ്രാർത്ഥിക്കാൻ സഭയോട് ആത്മാവ് ദൂത് കൈമാറുകയാണ്. ചില അനർത്ഥങ്ങൾ മാറിപ്പോകേണ്ടതിന്, ചില അപകടങ്ങൾ മാറിപ്പോകേണ്ടതിന്, ചില പെരുമാറ്റങ്ങൾ മാറിപ്പോകേണ്ടതിന്, ചില ദോഷങ്ങൾ മാറിപ്പോകേണ്ടതിന് സഭ ഈ ദിവസങ്ങളിൽ അഭിഷക്തന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഴമായ ദൂത് കൈമാറുകയാണ്. ഏറ്റെടുക്കുന്നവർ മാത്രമേ കരമടിച്ച രാത്രി ദൈവത്തെ പരമാത്മാവോടെ ആരാധിക്കട്ടെ. ഇത് ഉണരാനുള്ള സമയമോ, ഇത് കരയാനുള്ള സമയമോ, ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമോ. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവം ദേശത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുക. ഒരു ദൈവം ഉണ്ടെന്ന് ദേശം അറിയാൻ പോകുക. യഹോവയെ കുറിച്ചുള്ള ഭീതി ദേശത്തിന്മേൽ വീഴാൻ പോകുക. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ രാത്രി ആരാധിക്കട്ടെ. ഒരു അസാധാരണമായ ദൈവകൃപ നിന്റെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി ഉണർന്ന് പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ഓ രക്തത്താലെ ചെയ്യും. അടുത്ത ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിന്റെ ഇന്നത്തെ പല സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് ഉയർത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാദ്യം നീ ഒന്ന് സമർപ്പിക്കപ്പെടണം. നീ ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് എഴുന്നേൽക്കണം. നീ ആരാണ് നിന്നെ തന്നെ വെളിപ്പെടുത്തണം. നീ ധൈര്യത്തോടെ പറഞ്ഞ ഞാനൊരു എബ്രായനാണ്, ഞാൻ ഈ കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചാരാധിക്കുന്നവരാണ് ധൈര്യത്തോടെ പറയാൻ കരുത്തുള്ളവർ ഈ രാത്രി കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും.